ഇവളെന്നെ പിടിച്ചു വലിക്കാണല്ലോ ദൈവമേ. അമ്മ എന്റെ ദൈവമേ, എന്റെ പുറം പൊളിഞ്ഞേ. അയ്യോ എന്തു പറ്റിയമ്മേ? എനിക്കമ്മേ എനിക്കമ്മേ അയ്യോ അയ്യോ, അമ്മ സൂക്ഷിച്ച്. എന്റെ ഭയം കൊണ്ട് അവള് പോയല്ലോ. അറിയില്ലമ്മേ. അമ്മേ. മേഡത്തിന്റെ റാണിക്കും ബോസിന്റെ കാറിനും ആക്സിഡന്റ് ഉണ്ടായിട്ട് 1 വർഷമായി. റിമാൻഡ് ഹോം പോലുണ്ടായിരുന്ന നമ്മുടെ ഓഫീസ് കോ എഡ്യൂക്കേഷണൽ കോളേജ് ആവാൻ മുന്നോടിയായ ദിവസമാണ് ഇന്ന്. ഓ, ബോസിന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഹാപ്പി ആക്സിഡന്റ് ഡേ എന്ന് മെസ്സേജ് ചെയ്തേക്കാം. ഇതേതാ ഈ അൺനോൺ നമ്പർ? ഹലോ, വൺ ആൻഡ് ഓൺലി സുമേഷ് സ്പീക്കിംഗ്. ഹലോ മിസ്റ്റർ സുമേഷ്, മീര ഹിയർ, മീര മേനോൻ. ലൈഫിൽ എന്റെ പേര് ആരും അറിയാതെ പോലും ഇത്രയും മധുരമായിട്ട് വിളിച്ചിട്ടില്ല. ഇവര് സ്റ്റൈലായിട്ട് സുമേഷ് എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ഈ സുമേഷിന് സൂപ്പർ സ്റ്റാറിന്റെ ഫീലാ വരുന്നത്. റോങ് നമ്പർ റൈറ്റ് പേഴ്സണ് തന്നെ കണക്ട് ആയിട്ടുണ്ട്. സുമേഷേ, നിനക്ക് ലോട്ടറി അടിച്ചടാ. Can you hear me, Mr. Sumesh? Meera Menon here. Yeah, myself hear you. Sumesh himself speaking. What help I can to do you? Well, how can I reach Mr. Vedant Menon? Wrong number. You turn എടുത്തു. ഹൈഫൈ പെൺകുട്ടികൾ എന്തിനാ ലോക്കൽ സുമേഷിനെ വിളിക്കുന്നേ? എനിക്ക് പറഞ്ഞേക്കുന്നത് മീനാക്ഷി തന്നെയാ. Hello, can you hear me? ആക്ച്വലി ഇന്ന് ബോസ് വളരെ ബിസിയാ. ഓൾമോസ്റ്റ് എല്ലാ അപ്പോയിന്റ്മെന്റ് ബുക്ക് ആയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പറയാം എപ്പോ കാണാൻ പറ്റുമെന്ന്. എന്തായാലും അധികം ഹോപ്പ് കൊടുക്കണ്ട. ആക്ച്വലി ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. Within 24 hours പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുമെന്ന് ആര്യ സാർ ചലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. Now I hear you. You hear me? Hello, Mr. Sumesh. It's really important. ഇന്ന് തന്നെ മീറ്റ് ചെയ്യണം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? It's Meera Menon from Vardhan Group of Industries. I am Suma എന്ന സുമേഷ്, പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് വേദാന്ത് മേനോൻ. PAക്ക് എന്റെ ബോസിനോട് ശരിക്കും സംസാരിക്കാൻ അടുത്ത് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെന്നാണോ? ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. Are you sure? So, Miss Anu നിങ്ങളുമായി ടച്ചിലുണ്ടാവും ഇനി മുതൽ. അങ്ങനെ വെറുതെ ഈ ചെവിയിൽ നിന്ന് ഈ ചെവിയിലേക്ക് കൺമുന്നിലൂടെ ഒരു സ്വപ്നം ഇങ്ങനെ പാസ്സായതുപോലെ തോന്നി.
നീ ഭയങ്കരമായിട്ട് ആഘോഷിച്ചല്ലോ അനു. ഇപ്പൊ നോക്ക്, എല്ലാം നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം നടക്കില്ല. ഈ അനുവിന് വേണ്ടി അല്ലെങ്കിലും ആര്യ സാറിന് വേണ്ടിയെങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടേ പറ്റൂ. യാ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു നിമിഷം നിക്കടി. അത് പോട്ടമ്മേ, ഒരു ബാഗ് അല്ലേ, അതിന് ഇത്ര ടെൻഷൻ അടിക്കുന്നേ. അമ്മിങ്ങി വന്നേ. സുബ്ബ് വാങ്ങിച്ചു തന്ന ബാഗ് ഇത്. എത്ര വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുവായിരുന്നു. അമ്മേ, പൊളയണേ. ആന്റി, ഇന്നാ പിടിച്ചോ നിങ്ങളുടെ ബാഗ്. എന്റെ ബാഗ്. ഇവളെ മാത്രം വെറുതെ വിടാൻ പാടില്ല, ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അതെങ്ങനെ വിട്ടുകളയാൻ പറ്റും? ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് നീ നോക്കിക്കോ. എടി കള്ളി, നിനക്ക് എന്റെ ബാഗ് എടുക്കാൻ മാത്രം ധൈര്യമുണ്ടായി അല്ലേടി? നിന്നെയാണ് എന്നാ ചെയ്യാൻ പോണേ? എന്നെ വെറുതെ വിട്. എന്റെ നടുവോ. റോഡിലമ്മയുള്ളത് വെറുതെ ഇരിക്കും. ചേച്ചി ചേച്ചി, എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ചേച്ചി. ഏയ്, വിടുന്ന പ്രശ്നമില്ല, മിണ്ടി പോരുത്. എന്താ മോനെ, ഈ കള്ളിയെ നീയാണോ പിടിച്ചത്? ഞങ്ങളല്ല ചേച്ചി, അമൂല്യ ചേച്ചിയെ പിടിച്ചേ. അമൂല്യ ചേച്ചിയോ? ഏയ്, നിങ്ങൾ എന്താണ് ഈ സീനിൽ ചെയ്യുന്നേ? നിങ്ങൾ ഓടുകയായിരുന്നില്ലേ ചേച്ചി? അപ്പൊ എന്താ സംഭവം തരാൻ വേണ്ടി കൂടെ ഓടിയതാ. അയ്യോ ആന്റി, നിങ്ങളുടെ ബാഗിൽ ക്യാഷ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് ആദ്യം നോക്ക്. അയ്യോ, കാലി ബാഗായിരുന്നു മോളെ. ഇതിന്റെ അകത്ത് ഒരു പൈസ പോലും ഇല്ല. എന്താ പറഞ്ഞേ? കാലി ബാഗാണോ? ഏയ് കൈവിറി, ജീവനും കളഞ്ഞ് ഓടിയിട്ട് ഈ കാലി ബാഗിന് വേണ്ടിയാണോ ഞാൻ ഈ ജീവനും കളഞ്ഞ് ഓടിയത്? അമ്മ അതുകൊണ്ടല്ല ഞാൻ വിട്ടേക്കാൻ പറഞ്ഞേ. ഇപ്പൊ ദേഹമൊക്കെ നോക്കിക്ക്, മുഴുവൻ അഴുക്കായിട്ടിരിക്കുക. എന്താ ഇത്? നടക്ക് വീട്ടിലേക്ക്. എടുക്കടി കയ്യോ. കാലി ബാഗിന് വേണ്ടി ചുമ്മാ കടന്ന് ഹീറോയിസം കാണിക്കാൻ നിൽക്കണ്ട. കൈവേറി. ഏയ്, എങ്ങനെ അങ്ങനെ വിടാൻ പറ്റൂ? ആ ബാഗ് വാങ്ങിയത് കാശ് കൊടുത്തല്ലേ? സബാഷ്, കറക്റ്റാ മോളെ പറഞ്ഞത്. നീ കള്ളി, എന്റെ ബാഗിലെ കാലിയാന്ന് പറയുന്നോ? എടി നിന്നെ ഞാൻ. റോഡിലാ നമ്മള് നിക്കുന്ന, വെറുതെ നിക്ക്. ചേച്ചി, ഇവളെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാലോ? ഏയ്, നിനക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? കാലി ബാഗിന് വേണ്ടി ഞാൻ ലോക്കപ്പിൽ കയറണോ? ഏയ്, എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ കുറെ നേരം കേൾക്കുന്നു. നടക്കടി സ്റ്റേഷനിലേക്ക്. പ്ലീസ് ഒരു നിമിഷം നിൽക്കൂ. നോക്ക്, ഇത് വലിയ കാര്യമാക്കി എടുക്കണ്ട. നോക്ക് ചേച്ചി, നിങ്ങൾ എന്റെ മേലിൽ കള്ളത്തരം ചെയ്യാൻ പാടില്ല. അത് ശരിക്കും നല്ലതല്ല. നിനക്ക് ഞാൻ വേണ്ടി ഒരു 100 രൂപ തരാം, ഭക്ഷണം കഴിച്ചിട്ട് പോക്കെ. എടി അനു, ചുമ്മാ ഇരിക്കടി. ഏ ആന്റി, മോളുടെ കാര്യം വിട്ട കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ബിരിയാണി വാങ്ങിക്കൊടുക്കും. അയ്യോ, ഇവൾ എപ്പോഴും ഇങ്ങനെയാണ്. ഇവളും അതെ, ഇവളുടെ അച്ഛനും അതെ. പാവം, വിട്ടേക്ക് പ്ലീസ്. ഹേയ്, തിരിഞ്ഞു നോക്കാതെ ഓടിക്കണം. ഇനി എങ്ങനെ നിന്നെ എന്റെ കൈ കിട്ടിയ? എടി, എന്താടി ചോദിച്ചോണ്ട് പോകുന്നത്? അമ്മോ, നോക്കടി, അവളുടെ ഭാവം കണ്ടില്ലേ നീ? അമ്മ അല്ല, നീ എന്തിനാ അവളെ വിടാൻ പറഞ്ഞത്? അങ്ങനെയൊന്നും വിടാൻ പാടില്ലെന്ന് അറിയില്ലേ? ആ, കറക്റ്റ് ആയിട്ടാ മോളെ നീ പറഞ്ഞത്. മോശമായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും വിടാൻ പാടില്ല. സാരില്ല, പോട്ടെ മോളെ. ഇവൾക്ക് നല്ല ആൾക്കാരെയും ചീത്ത ആൾക്കാരെയും കണ്ടാ മനസ്സിലാക്കാൻ പറ്റണ്ടേ? ആ, നിന്റെ ധൈര്യം ഉണ്ടല്ലോ, കുറച്ച് ഇവൾക്കും കൂടെ പറഞ്ഞു കൊടുക്കും മോളെ. അമ്മ, എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിലേക്ക് വിട്ടിട്ട് പോവാം. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നടുവേദനയ്ക്ക് എന്തെങ്കിലും മരുന്നും വാങ്ങിട്ട് പോ. അയ്യോ ആന്റി, ഇപ്പൊ തന്നെ പോവാണോ? എന്റെ വീട് ഇവിടെ അടുത്താ. ആ ചെളിയൊക്കെ കഴുകിയിട്ട് പോവാ. അയ്യോ ആന്റി, ഞാൻ പ്രമീളയുടെ മോളാ. ഞാൻ നിങ്ങളെ സാരിക്കടയിൽ കണ്ടായിരുന്നു. അമ്മ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരിക്കും. വാ പോവാ. ആണോ? ശരി, അങ്ങനെ ആവട്ടെ. നടക്ക്, വാടി. അയ്യോ അയ്യോ, എന്റെ നടുവ് പോയേ. സൂക്ഷിച്ചു വാ. അതെ, എല്ലാം പുതിയ മെറ്റീരിയലാ. ഇഷ്ടമുള്ളത് നോക്കി എടുത്തോളുന്നേ. അത് കൊള്ളാമല്ലോ. ആദ്യം സുഹാസിനി, ഈ സമയം എന്നുള്ളത് എത്ര സ്പീഡിലാ പോകുന്നതെന്ന് നോക്കിക്കേ. നിങ്ങൾക്കല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്കെന്താ നോർമലായിട്ടാ ഫീൽ ചെയ്തത്. അല്ല മോളെ, വീട്ടിലൊരു നല്ല കാര്യം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഗണേശ ചതുർത്ഥി വന്നത് നോക്ക്.
കഴിഞ്ഞ വർഷം ഈ സമയത്ത് നിശ്ചയം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം നടക്കാൻ പാടില്ലാത്തതുണ്ടോ അതെല്ലാം നടന്നു എന്ന് മാത്രവുമല്ല, നശിച്ചവൾ എന്റെ വീട്ടിലേക്കും വന്നു. ആ ധ്രുവയും എന്റെ പിന്നാലെയുണ്ട്. സാഹിത്യയും ശാരികയും എല്ലാ പ്ലാനും നശിപ്പിച്ചവരാ. ഇപ്പോ ആ അമൂല്യ വേദാന്തിന്റെ പുറകെ നടക്കുക. ഈ ഗണേശ ചതുർത്ഥി നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായിക്കോളും. നീ എന്താ ഇത്രമാത്രം ആലോചിക്കുന്നത്? ഒന്നുമില്ല, എല്ലാവർക്കും കൂടി എത്ര സാരി വേണം, അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തു. സെലക്ട് ചെയ്തിട്ട് അവസാനം കംപ്ലൈന്റ് പറയാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ. അയ്യോ അമ്മേ, ഈ സാരി വാങ്ങിക്കുന്ന കാര്യത്തിൽ എപ്പോഴാ പെണ്ണുങ്ങൾ ഹെസിറ്റേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞേ. അതും അമ്മയുടെ പെർമിഷൻ കിട്ടിയിട്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത് നീ എല്ലാ പ്രാവശ്യം പറയുന്ന കാര്യമാണ്. എന്നിട്ട് അവസാനം ആ സാരി എടുക്കണമായിരുന്നു, ബ്ലൗസിന്റെ കളർ മാച്ച് ആയില്ല, ഈ സാരിക്ക് മാച്ചിങ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് കംപ്ലൈന്റ് മാത്രമല്ലേ ഉള്ളൂ നിനക്ക്. ചാൻസേ ഇല്ല. ഈ പ്രാവശ്യം ഞാനായിരിക്കും ഫുൾ ഷോപ്പിംഗ് ചെയ്യുക. ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ. അമൂല്യ നിന്നെയോ ആരതിയോ ഫോൺ ചെയ്തിരുന്നോ മോളെ? അല്ല ചേട്ടാ, അനിയത്തി പ്രഗ്നന്റ് ആണ്. കോള് ചെയ്തിട്ട് സമാധാനായിട്ട് കഴിച്ചോ, ടാബ്ലറ്റ് എടുത്തോ, സുഖമായിട്ടിരിക്കുന്നോന്ന് ചോദിക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയി മാറ്ററിലേക്ക് വന്നല്ലോ. ആദ്യ നിന്റെ ഈ ഡ്രാമയൊക്കെ ഒന്ന് നിർത്തിക്കേ. ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരിക്കോ? ആദ്യം അമൂല്യ കോൾ ചെയ്തോ ഇല്ലയോ എന്ന് പറ. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും? ആദ്യം കേൾക്കുന്നില്ല, ശരിക്കും പറ മോളെ. അതിനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ശരി, വേഗം പറയൂ. അയ്യോ, നീ ഇതിന് ഇത്രയും അർജന്റ് കാണിക്കുന്നേ? അവള് ഞങ്ങൾ ആരെയും വിളിച്ചില്ല. എന്താ, അവള് ഓഫീസിൽ വന്നില്ലേ? വളരെയധികം മിസ് ചെയ്യുന്ന പോലെയുണ്ടോ? നീ എന്തിനെങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടുന്നേ? അവൾക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, ഞാൻ എന്തിനാ അവളെ മിസ് ചെയ്യുന്നേ? അല്ല, പറഞ്ഞത് കേട്ട് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. നിനക്ക് ഇപ്പൊ കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഇല്ലേ, അതും കഴിച്ച് നല്ല കുട്ടിയായി കിടക്ക്. ഈ സുമേഷിന്റെ ഫോൺ എപ്പോ നോക്കിയാലും ബിസിയാ. ഛേ, അവള് വലിയ ആളെന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കണേ? പതുക്കെ സംസാരിച്ചാ പോരെ നിനക്ക്. അച്ഛാ, ചില ആൾക്കാർക്ക് നമ്മുടെ സൗണ്ട് മാറിയാലേ കാര്യം മനസ്സിലാവും. അതൊന്നും അത്ര കാര്യാക്കേണ്ടതേ, വിട്ടേക്ക്. വരൂ ആന്റി. വാ, കേറി വാ. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. ആ ആന്റി, വീട് കാണുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഇവരെ എല്ലാരും പരിചയപ്പെടുത്തി തരാം. അമ്മു, ഒരു നിമിഷം നിക്കേ, അതൊക്കെ ഒടുക്കം നോക്കാം. പാവം, അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നീ നോക്ക്. ആദ്യം അവരെ നീ കൊണ്ടൊന്ന് ഫ്രഷ് ആക്ക്. അത് ശരിയാണല്ലോ. വരൂ ആന്റി. സൂക്ഷിച്ച്. ആന്റി, വളരെ പഴയ വീടാണ് മോളെ ഞങ്ങളുടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെ കൂടി ഒരു സ്വത്തെന്ന് പറയാനുള്ളത് ഈ വീട് മാത്രമേ ഉള്ളൂ. ആന്റി, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമുള്ള ഈ മനസ്സാണ് ശരിക്കുള്ള സ്വത്ത്. നിങ്ങളെല്ലാവരെയും കാണുമ്പോ ഫ്രണ്ട്സിനെ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, അതെന്തിനാ ചോദിക്കുന്നേ? ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോഴേ 4 വീട്ടുകാരെ കേൾക്കുന്ന പോലെയാ വഴക്കിടുന്നത്. ആന്റി, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇവളിപ്പോ എല്ലാവരുടെയും തല തിന്നു തുടങ്ങി കാണുമെന്ന്. ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ? ഇവളെന്റെ അനിയത്തി അതിഥി. ഇവളെ ഞാൻ കൊരങ്ങ്, കൊമ്പളങ്ങ എന്നൊക്കെ വിളിക്കും. എനിക്ക് മാത്രമല്ല, ഇവളെ ഞാൻ മൂതുക്കി, വായാടി, റൗഡി ബേബി, അഹങ്കാരി എന്നുള്ള പേരൊക്കെ വിളിക്കും. വീട്ടില് വഴക്കുണ്ടാക്കുന്നതേ ഇവളാ. ഇപ്പൊ ഒച്ച വെച്ചോണ്ടിരുന്നില്ലേ, അത് ചെറിയ അനീതിയുടെ കൂടെയാ. അവളുടെ പേര് അഞ്ജലി എന്നാ. അവൾക്ക് ഇന്ന് ലീവായോണ്ട് മാമന്റെ വീട്ടിൽ പോയേക്കുവാ. എപ്പോഴും ഇവര് രണ്ടുപേരും തമ്മിൽ യുദ്ധമായിരിക്കും. അമ്മ ഇവരെ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും ക്ഷീണിച്ചു പോകും. സ്നേഹമുള്ള സ്ഥലത്താണ് വഴക്ക് കൂടുന്നത് മോളെ. വഴക്ക് തീർന്നു കഴിഞ്ഞാ നല്ല സന്തോഷമായിരിക്കും. ഇതെന്റെ അച്ഛൻ. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ അഹങ്കാരി എന്ന് വിളിച്ചാലും ഇവൾ എന്റെ പൊന്നു മോളാണെന്ന് പറഞ്ഞ് അച്ഛൻ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പെൺകുട്ടികളെ നിന്നെ പോലെ ധൈര്യമുള്ളവരായിരിക്കണം. സംസാരിക്കാൻ അറിയാമെങ്കിൽ ജീവിക്കാൻ അറിയാന്ന. എന്റെ മകളെ പോലെ പാവായിട്ടിരുന്ന നാട്ടുകാരല്ല അവളെ പറ്റിച്ചോണ്ടിരിക്കും. അമ്മു,
ഇങ്ങനെ നിന്നോണ്ട് സംസാരിക്കാതെ അവരോട് ഇരിക്കാൻ പറയൂ. വരൂ വരൂ ആന്റി. വാനു വന്നിരിക്കൂ. എന്താ കുടിക്കാൻ വേണ്ടത്? കോഫി, ടീ, വേറെ? അയ്യോ അതൊന്നും വേണ്ട പ്രമീള ചേച്ചി. അതെ, ഇവരുടെ പേര് പുഷ്പ എന്നാണ്. ഇതാ ഇവരുടെ മോൾ അനു. ഇവരാരാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആദ്യം ഒരു കടയിൽ നിന്ന് ഒരു സാരി വാങ്ങിച്ചില്ലേ, അത് തന്നെ ആ മറൈൻ ഡ്രൈവിലുള്ള ആ കട ഇവരുടെയാ. ഓ, അപ്പൊ ഒരു സുബ്രഹ്മണ്യത്തിന്റെ ഭാര്യയാണോ? അതെ അതെ, സുബ്ബു എന്റെ ഭർത്താവാണ്. അതെ, ആ രാജനന്ദിനി സാരികളുണ്ടല്ലോ, ആ സാരികൾക്കൊക്കെ ഇവളാണ് ഹെഡ് അത്രേ. അല്ല, ഇതെന്തിനാ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നേ? എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ ഞാൻ? അമ്മേ, അത് രാജനന്ദിനി ഫാബ്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണെന്നാ പറയുന്നത്. അത് തന്നെ ഹെഡ് എന്നുള്ളത് ഞാൻ മറന്നൊന്നുമില്ലല്ലോ. ഒന്നും കുറച്ചില്ലല്ലോ, വിട്. സുബ്രഹ്മണ്യൻ ചേട്ടൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മ വരും. എന്റെ മകള് എന്റെ പേര് ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. ആ വാക്കിപ്പോ സത്യായില്ലേ? അങ്കിൾ, നിങ്ങൾക്ക് എന്റെ അച്ഛനെ പരിചയമുണ്ടോ? അത്ര പരിചയമൊന്നുമില്ല, പക്ഷെ ഓർത്തിരിക്കാനുള്ള പരിചയമുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിനും അതേ കടയിൽ നിന്ന് തന്നെയാ പ്രമിക്ക് സാരി എടുത്തു കൊടുത്തത്. വലിയ കുടുംബമാണ് നിങ്ങളുടേത്. എത്ര നന്നായിട്ടാണ് നിങ്ങൾ ഒരുമയോടെ ഇരിക്കുന്നത്. കാണുമ്പോ തന്നെ സന്തോഷാവുന്നു. എന്റെ പൊട്ട ബുദ്ധി നോക്ക്, സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞു. ഇരിക്കും, ഞാൻ ഇപ്പൊ കോഫി കൊണ്ടുവരാമേ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആന്റിയുടെ കൂടെ സംസാരിക്കാൻ ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. ഞാനും വരാം. അതിനെന്താ, വന്നോളൂ. ഞാനും വരുന്നു. അതിന്റെ ആവശ്യമില്ല, നീ ഇവിടെ ഇരുന്നോ. നീ വാ. നിങ്ങൾ 4 പേരും ചേച്ചിയനിയത്തിമാരാണോ? അതെങ്ങനെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ എന്റെ വീട്ടിലൊരൊറ്റ മോളല്ലേ. എനിക്ക് ചേച്ചി, അനിയത്തി, ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം രമ്യാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊന്നും ആരുമില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെയാണ് ഫ്രണ്ട്സും ശത്രുക്കളും. എപ്പോഴും വഴക്ക്, ബഹളം, അടി, ഇടി, സന്തോഷം. വീട്ടിൽ എപ്പോഴും ഉത്സവം പോലെ തന്നെ ബഹളമായിരിക്കും എന്നും. പക്ഷെ എല്ലാത്തിനേക്കാളും വലുതായിട്ട് ഇത്ര സ്നേഹമുണ്ട് ഞങ്ങൾ തമ്മിൽ. പക്ഷേ എനിക്കൊന്ന് വിചിത്രമെന്ന് തോന്നി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും ടിപ്പിക്കൽ ക്യാരക്ടറാ. നിനക്കതൊക്കെ ചിലപ്പോ വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ നിങ്ങൾ എന്തിനെ പറ്റി പറയുന്നേ? നിങ്ങളുടെ അമ്മയെ നോക്ക്, വളരെ പാവമാണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്ത് ബാഗ് കൊണ്ടുവന്ന് തന്നിട്ടും നിങ്ങളെ വഴക്കു പറഞ്ഞു. പിന്നെ നിങ്ങൾ ഫുൾ ഓപ്പോസിറ്റാ, ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എന്റെ വീട്ടില് ഇതെല്ലാം നേരെ തിരിച്ചാണ്. എന്റെ അമ്മ വേണമെങ്കിൽ മുഴുവൻ നാടിനെ തന്നെ കുലുക്കി കളയും. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാ കുറച്ച് സോഫ്റ്റ് ആണ്. അത് അവരുടെ ടെൻഷൻ. എത്ര ഡിഫറെന്റ് ആണല്ലേ നമ്മൾ രണ്ടുപേരും. ഇതിലൊരു ലോജിക് ഇല്ലാതെ ജോക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. എന്താ അത്? നമ്മൾ ചെറുതായിരുന്നപ്പോ എന്റെ അച്ഛൻ നിങ്ങളുടെ കടയിൽ വന്നപ്പോ നമ്മൾ മാറിപ്പോയതാണോന്നാ ഡൗട്ട്. എന്താണെന്ന് വെച്ചാൽ എന്റെ ചേച്ചി ശരിക്കും നിന്നെ പോലെയാണ്. ബോസ്, നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വേറൊരു കോള് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ആ കോൾ ചെയ്ത ആള് നിങ്ങളുടെ അടുത്ത് എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ വളവളന്ന് സംസാരിക്കുന്ന എന്തിനാടോ? അമൂല്യ എവിടെ? തന്റെ കോള് റിസീവ് ചെയ്യുന്നില്ലേ? അതല്ല ബോസ്. കേട്ടോ സുമേഷ്, ആദ്യം ഞാൻ പറയുന്നത് കേക്കടോ. ഇന്ന് എനിക്ക് ബിസിനസ് മീറ്റിംഗ് ചെയ്യാൻ താല്പര്യമില്ല. ഇൻ കേസ് ഞാൻ അതിൽ പോയിരുന്നാലും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത മീറ്റിംഗ്സ് ഒക്കെ തന്നെ ക്യാൻസൽ ചെയ്യും. അപ്പൊ ബോസ് ശരിക്കും മൂഡ് ഓഫ് ആയിട്ടുണ്ടെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇത് കിഡ്നാപ്പ് ചെയ്തവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷമുള്ള സൈഡ് എഫക്റ്റ് ആണോ അതോ? ഏതായാലും ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം സുമേഷേ. അമൂല്യ മേഡത്തിന് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. വാട്ട്?
അമൂല്യക്കോ? എവിടെടോ? അമൂല്യ ഓഫീസിലേക്ക് വന്നോ? എന്ത് മീറ്റിംഗാ അത്? താനൊരു കാര്യം ചെയ്യേ, അവളെ പോയി വിളിച്ചോണ്ട് വാ, ഞാൻ നേരിട്ട് ചോദിക്കാം. സോറി ബോസ്, ഇപ്പൊ മനസ്സിലായി ഇത് കിഡ്നാപ്പ് ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് അല്ല, അമൂല്യമ്മയുടെ ഓഫീസിലേക്ക് വരാത്തതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന്. താനെന്താ പറഞ്ഞ? അത് ഒന്നുമില്ല ബോസ്, ആക്ച്വലി കോൾ ചെയ്തത് മീരമേനോനാ. അവരുടെ കമ്പനിയുടെ പേര്. സുമേഷേ, അത് എന്ത് കമ്പനി വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലടോ. ഞാനിപ്പോ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞേക്കേ. നിങ്ങളുടെ പ്രോബ്ലം എല്ലാം മനസ്സിലായി, നിങ്ങളുടെ ഷെഡ്യൂൾ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തോളാം. കരളേ കരളിന്റെ കരളേ എന്നോട് സുമേഷ്, മരക്കഴുത അമൂല്യ, നീ ഇവിടെ പോയി കിടക്കടി. അനു, നിങ്ങൾ ആദ്യം ആൽബം ചോദിച്ചില്ലായിരുന്നോ? ഞാൻ അകത്ത് പോയി എടുത്തോണ്ട് വരാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കോഫി വളരെ നന്നായിട്ടുണ്ട്. അതെ ആന്റി, ഇവിടെ കോഫി മാത്രമല്ല എല്ലാ സാധനവും അടിപൊളിയായിരിക്കും. അമ്മ ലേറ്റ് ആയി പോയാലോ? നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് എന്താ എത്ര തിരക്ക്? ചുമ്മാ ഇരി. അമ്മ ലേറ്റ് ആയി. ശരി, പോവാം മോളെ. എന്താ ഞങ്ങൾ ഇറങ്ങുവാണേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണേ. നിങ്ങളുടെ വരവ് ഞങ്ങൾക്ക് എന്ത് സന്തോഷമായെന്നറിയോ? നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് സമയം പോയത് അറിഞ്ഞില്ല. കണ്ടില്ലേ, ഇവർക്കും എനിക്ക് തോന്നിയത് പോലെയാണ് തോന്നിയത്. ഞാനും ഇത് തന്നെയാ പറയാനിരുന്നത്. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തിലെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോ ആയിരിക്കും, ഇല്ലെങ്കില് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ എന്തോ ഒരു സ്നേഹം നിങ്ങളോട് തോന്നി. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ നാളെ ഗൗരി പൂജയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ.